അതൊക്കെ തന്നെ ഇരിപ്പുണ്ടല്ലോ. എന്നാ ഒരു മുളകിൻ്റെനും കേട്ടാണല്ലോ ഇരിപ്പ്. എന്നാ ദുരുദ്ദേശം പോലും. ആ ഞാൻ വെളിയിലോട്ട് വരെ പോയിട്ട് വരാം. ആ നീനാ മുളകിട്ടീട്ട് വേണ്ടിയിരിക്കണേ മുളകിൻ്റെ നിന്റെ നാവോ? ആ നല്ല കാര്യം അത്. ഏത് ഞാനൊന്ന് പോയിട്ട് വരട്ടെ. കാശ് വന്നിട്ടല്ല, എന്നാലും വെളിയിലിങ്ങനെ ഒന്ന് പോയിട്ട് വരാം. പിന്നെ കാശൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും വെളിയിൽ നിന്ന് പോവുക. ഓ കണ്ണ് ചൊറിയുന്നു. അയ്യോ എൻ്റെ കണ്ണ് ചൊറിയുന്നേ, ഭയങ്കര പൊള്ളല, എന്തോ കണ്ണിനകത്ത് പോയതുണ്ട്. അയ്യോ 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 ഇതെന്നാ ഒരു ആ കണ്ണിനകത്ത് ഇപ്പോൾ എന്തോ വെള്ളം എടുത്തിട്ട് വാ, വേഗം ചെല്ല്. ഊതിയാ പോരാ, കണ്ണിനെന്ത് പുകയുന്ന മാതിരിയാ. ആ ആ പുകയുന്ന നീർച്ചിലും ഒക്കെ ഉണ്ട്. കണ്ണടച്ച് പിടിക്കാതെ കണ്ണ് തുറന്നു പിടിച്ചിട്ട് വെള്ളം എടുത്ത് കഴുകണം. വെള്ളം എടുത്തിട്ട് നീ പോയിട്ട്. ആദ്യമേ ഞാൻ ഈ മുളക് പൊടിക്കകത്തിട്ട് വെച്ചിരുന്ന പൈസ 500-ന്റെ ഒരു നോട്ട്, എന്റെ ദൈവമേ, അതിങ്ങെടുത്തതാ. അപ്പം ഞാൻ ഇതും കൊണ്ടിരുന്ന എന്തിനാന്നറിയാവോ? ഇതിനകത്ത് ഇട്ട് വെച്ചിരുന്ന പൈസ എടുത്തയാൾക്ക് എന്തായാലും കണ്ണു നീറും. അതറിയാവുന്ന കൊണ്ടാ ഞാൻ ഇതിനകത്ത് തന്നെ അത് എടുത്തു വെച്ചത്. ഞാനേ അതാ ഈ മുളക് പൊടി പാക്കറ്റില്ലേ, പാക്കറ്റ് കുട്ടിക്കുമ്പോൾ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തേക്ക് വന്നു. അപ്പം നീ അറിയാതെ അതിനകത്ത് 500 രൂപ കിടന്നായിരിക്കുന്ന ഞാൻ അറിയാതെ ഇതിനകത്ത് പറഞ്ഞു വന്നതാ. അരിക്കലത്തി നിന്റെ പൈസയായിരുന്നു. നീ ഒരു കാര്യം ചെയ്യേ, ഞാനടുത്ത് അങ്ങനെ വന്നായിരിക്കും. അറിഞ്ഞാ എടുക്കുന്ന അറിയാൻ പറ്റും. ഇതാണ് പെൺബുദ്ധി, ഭയങ്കര ബുദ്ധി, പെൺബുദ്ധി പിൻബുദ്ധി. മനസ്സിലായില്ലേ ഇപ്പം? നീ ഒരു കാര്യം ചെയ്തു, വെള്ളം എടുത്തുണ്ടോ? പൈസ എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്, എടുത്തോ. പൈസ പോക്കറ്റിൽ കിടപ്പുണ്ട്. ഞാനോർത്ത് അത് പാക്കറ്റ് പൊടിയിൽ വന്നാന്ന് ഓർത്തേ. വെള്ളം കൊണ്ടുപോവാ, വേഗം കൊണ്ടുവല്ലേ. വേഗല്ലേ ആ പൈസ ആ പോക്കറ്റിൽ നിന്ന് എടുത്തോ. ഓ നിന്റെ പൈസയായിരുന്നോ? ഞാനോർത്ത്